ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ റാപ്പർ വേടനെ കുറിച്ചുള്ള പാഠം പഠിപ്പിക്കണമെന്ന് വീണ്ടും ബോർഡ് ഓഫ് സ്റ്റഡീസ്. സർവകലാശാലയുടെ പഠന റിപ്പോർട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് തള്ളി. എം ബഷീറിന്റെ റിപ്പോർട്ടിൽ കഴമ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തള്ളിയത്. ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ റിപ്പോർട്ട് അക്കാഡമിക് കൗൺസിൽ പരിശോധിക്കും. വി എസ് രഞ്ജിത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, വേടനെ പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്നതാണോ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ നിലപാട്? എം ബഷീറിന്റെ റിപ്പോർട്ട് തള്ളുകയാണോ ബോർഡ് ഓഫ് സ്റ്റഡീസ്? അങ്ങനെയാണെങ്കിൽ വേടന്റെ പാട്ട് സിലബസിലേക്ക് വരും. അക്കാഡമിക് കൗൺസിലിന് എതിർപ്പുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും അക്കാഡമിക് കൗൺസിലിന്റെ തീരുമാനമാണ് ഇതിൽ അന്തിമമായിട്ടുള്ളത്. VC ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനവും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. VCയുടെ നിലപാടനുസരിച്ച് വേടന്റെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം M ബഷീറിന്റെ പഠനത്തോടൊപ്പം നിൽക്കുന്നു. ആ M ബഷീറിന്റെ പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് തള്ളിയിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ M ബഷീർ പഠന റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ പഠനത്തിന് വേണ്ടി കൊടുക്കുകയായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളോളമായി ബോർഡ് ഓഫ് സ്റ്റഡീസ് അതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് വിശദമായ റിപ്പോർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ M ബഷീറിന്റെ റിപ്പോർട്ടും M ബഷീറിന്റെ കണ്ടെത്തലുകളും പൂർണ്ണമായും തള്ളി വേടനെ പഠിപ്പിക്കണം എന്നാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് വീണ്ടും നിലപാടെടുത്തിട്ടുള്ളത്. ഏതായാലും ആ റിപ്പോർട്ട് അക്കാഡമിക് കൗൺസിൽ ഉടൻ പരിശോധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും BA മലയാളത്തിൻ്റെ 3ാം സെമസ്റ്ററിലാണ് വേടനെ പഠിക്കാനുള്ളത്. 3ാം സെമസ്റ്ററൊക്കെ ഇപ്പോൾ ആയിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ ഇത് പഠിപ്പിക്കണോ എന്ന കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടാവും. ഏതായാലും അക്കാര്യത്തിൽ യൂണിവേഴ്സിറ്റി ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ കടുംപിടുത്തത്തിൽ നിൽക്കുന്നു. യൂണിവേഴ്സിറ്റി അതിൽ അയവ് വരുത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.